തായന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത്തെ ശാഖ 7ാം മൈലിൽ പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. കടം വാങ്ങിച്ച പൈസ തീരെ തിരിച്ചടക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുമ്പോൾ സ്വന്തം വീട്ടിലെ സ്വർണമായാലും പണ്ടമായാലും അതൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് തിരിച്ചടക്കുന്ന ആളുകൾക്ക് ഒരു പൈസ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ ഞങ്ങൾ പലപ്രാവശ്യം ഉന്നയിച്ചാണ് എല്ലാ ആൾക്കാരും. കാരണം ഈ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും ഏതെങ്കിലും രീതിയിൽ സഹായിക്കണ്ടേ. തീരെ അടക്കാൻ കഴിയാത്ത ആൾക്കാർ ശരിയാണ്, അടക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അടക്കാൻ കഴിയുന്ന ഒട്ടേറെ ആൾക്കാരും അടക്കാൻ കഴിയുന്നതുകൊണ്ടല്ല. എന്നാൽ ഇനിയും കടം വാങ്ങിക്കണം, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയണം. മറ്റൊന്ന്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് വിശ്വാസമാണ്. സഹകരണ പ്രസ്ഥാനം മാത്രമല്ല, ഇതിൻ്റെ കാര്യമായാലും വിശ്വാസം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, ജനങ്ങളാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബോർഡ്, ആ ബോർഡിൻ്റെ പ്രസിഡന്റ്, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, അതേപോലെ തന്നെ സഹകരണ ജീവനക്കാർക്ക് പരാതിയൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. ഏറ്റവും നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് രംഗത്തെ ജീവനക്കാർ. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. ഇതിൻ്റെ 7ാം മൈലുള്ള ശാഖ 5ാമത് ശാഖയാണെന്ന് ഇവിടെ പറയേണ്ടായി. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. സഹകരണ മേഖല ഇന്ന് കൈവക്കാത്ത ഒരു രംഗവുമില്ല. ആ സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളീയ സമൂഹത്തോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രാജ്യത്തിൽ തന്നെ മാതൃകയായ വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്താണ് എല്ലാ തലങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ട് മുന്നോട്ട് വന്നതും എല്ലാ മേഖലയിലെയും ഇല്ലായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സ്വാധീനം ആ രംഗം നേടിയെടുത്തു കഴിഞ്ഞു. എവിടെയൊക്കെ എന്തെല്ലാം ഇല്ലായ്മകളുണ്ടോ അവിടെയൊക്കെ കടന്നു കയറാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും സഹായം എത്തിക്കാനും ഒക്കെ കഴിയുന്നൊരു വളരെ വിപുലമായ ശൃംഖല തന്നെ ഇന്ന് കേരളത്തിലെ സഹകരണ രംഗത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നിക്ഷേപത്തെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ വൻ ശേഖരണത്തെക്കുറിച്ച് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ സഹകരണ മേഖലയുമായി ബന്ധപ്പെടാത്ത ആളുകളും ഇന്നും നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. പഴയകാലത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള കൃഷിക്കാർക്ക് വളരെ പെട്ടെന്ന് കിട്ടേണ്ട സഹായത്തിനും സഹകരണത്തിനും വേണ്ടിയൊക്കെയാണ് മൾട്ടിപർപ്പസ് സഹകരണ സംഘങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. അതൊക്കെ വളരെ ചെറിയ സൗകര്യങ്ങളോടുകൂടി ചില വീടുകളിലോ കേന്ദ്രങ്ങളിലോ ഒക്കെ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകളെ അതിൽ അംഗങ്ങളാക്കേണ്ടതിൻ്റെ ആവശ്യകത പോലും അന്ന് കൃഷിക്കാർക്ക് ബോധ്യമല്ലാതിരുന്നു. പലരെയും ഏതാണ്ട് പിടിച്ചു കൊണ്ടുവന്ന് അംഗങ്ങളാക്കി ഇതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രത്യേകതയും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ പ്രസ്ഥാനം നാട്ടുപുറത്ത് അന്ന് ശക്തി പ്രാപിച്ചു വന്നത്. ഇന്ന് നാട്ടുപുറത്ത് മാത്രമല്ല, പട്ടണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ഏത് പ്രദേശങ്ങൾ എടുത്തു നോക്കിയാലും സഹകരണ മേഖല വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കൈവക്കാത്ത രംഗങ്ങളില്ല എന്ന് പറഞ്ഞത് ഏതെല്ലാം മേഖലകളുമായി ബന്ധപ്പെട്ട് ജനജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട്, അതിൻ്റേതായ പങ്കുവഹിക്കുന്നു. യു ഉണ്ണികൃഷ്ണൻ നായർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി AM മാധവൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MV കോമൻ നമ്പ്യാർ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ AK നാരായണൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KS കുര്യാക്കോസ്, ശ്രീമതി C രാധ, C ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു.